നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ കഥ അറിയണം. അങ്ങനെ ഓരോ ജനതയും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, അൽഹാഖതു മൽഹാഖ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ, വിഹുലമായ അറിയിപ്പുകൾ, അന്ത്യനാളിന്റെ ഭയാനകതയെ കുറിച്ച് അറിയിക്കാനുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളുടെ പദങ്ങൾക്ക് തന്നെയുണ്ട് പ്രാധാന്യം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഉച്ചാരണത്തിൽ തന്നെ ഒരു സൽസലയുണ്ട്, ആ വാചകത്തിൽ തന്നെയുണ്ട് ഒരു പ്രകമ്പനം. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഖുർആനിന്റെ പദപ്രയോഗങ്ങളുടെ ഉച്ചാരണങ്ങൾക്ക് അതിന്റെ പൊരുളിലേക്ക് സൂചനയുണ്ടെന്നാണ്. അതുപോലെ ഉച്ചാരണം തന്നെ പറഞ്ഞു തരുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഒരു പദത്തിന്റെ പ്രൊനൗൺസിയേഷൻ, അതിന്റെ ഉച്ചാരണം അതിന്റെ ആശയത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. അതുപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, വമാ അദ്റാക മൽ ഹാഖ കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിഅ فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية. കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് ആദ് സമുദായത്തിന്റെ കഥ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ. സമൂദിന്റെ കഥ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ. കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങളുടെ കഥ പറയുകയാണ്. ഓരോ നാടുകളെയും നിങ്ങളൊന്ന് പോയി നോക്കണമെന്ന്. അവിടെയെല്ലാമുള്ള ജനവിഭാഗങ്ങളുടെ ഇന്നലത്തെ കഥകൾ നിങ്ങൾ അറിയണം. അവരെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവർ ഈ ലോകത്തിന്റെ അധിപനിൽ നിന്ന് അകന്നു പോയതാണ്, ആത്മീയതയിൽ നിന്ന് അന്യമായതാണ്, പ്രവാചകന്മാരെ നിഷേധിച്ചവരാണ്, സജ്ജനങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോയവരാണ്. അതുകൊണ്ട് വരണേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നമ്മുടെ പ്രാർത്ഥനയുടെ പൊരുൾ, എല്ലാ ദിവസവും നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, പ്രിയമുള്ളവരെ, കഴിഞ്ഞകാല സമുദായത്തിന്റെ മുഴുവൻ പ്രധാനപ്പെട്ടവരെയും എണ്ണി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പ്രളയത്തിന്റെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ വരും ദിവസങ്ങളിൽ നീണ്ട പ്രഭാഷണങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊതുമാധ്യമങ്ങളിലൂടെ കേൾക്കാൻ അവസരം ലഭിച്ചേക്കാം. ഓരോ ജനതയുടെയും കെടുതികളുടെ കഥ പരിശോധിക്കണം. ഇസ്ലാം പറയണത് ഏതോ ലോകത്തുള്ള കഥകളല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ സംഭവിച്ച സ്ഥലങ്ങളെ കുറിച്ച് സന്ദർശിക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ സിദ്ധികളുടെ കഥകൾ നമ്മൾ അറിയണം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മുൻകാല ജനതകളുടെ കഥകളുണ്ട്. അതെല്ലാം ഹദീസിൽ നിന്ന് വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായ ഒരു ജനത, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് സമുദായത്തെയും ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അഥവാ ആദ് സമുദായത്തെയും കഴിഞ്ഞുപോയ ജനതകൾക്ക് മുഴുവനും നൽകിയ വ്യത്യസ്തങ്ങളായ പാഠങ്ങളുണ്ട്.
ഓരോ നാടുകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിയാൽ, സബ എന്ന് പറയുന്ന സാബായിലേക്ക് പോയി നോക്കിയാൽ രാജ്ഞിയുടെ അധികാരം നടന്ന കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെയുണ്ട്? വർത്തമാനം പറയാനുള്ള സബയിന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നും നിങ്ങൾക്ക് ചെന്നാൽ യമനിലെ സാബാ രാജ്ഞിയുടെ അധികാരത്തിന്റെ കോട്ടകൊത്തലങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. ഫറോവയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. അത് ഈജിപ്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഖുർആൻ പറയുന്ന കഴിഞ്ഞകാല ജനതയുടെ കഥകൾ മുഴുവനും ലോകത്ത് പോയി പഠിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ സാക്ഷ്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. അല്ലാതെ ഒരു സംഭവം വരുമ്പോഴേക്ക് പോലെ ഐതിഹ്യങ്ങളല്ല, കുറെ സങ്കല്പങ്ങളല്ല, കുറെ കഥകളല്ല. ഇസ്ലാം പറയുന്നത് മുഴുവനും കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ 3000 കൊല്ലത്തിന് മുമ്പ്, 4000 കൊല്ലത്തിന് മുമ്പ്, 6000 കൊല്ലത്തിന് മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ സംഭവങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ച ജനങ്ങൾ, ധാർമ്മികമായ വഴിയിൽ നിന്ന് മാറിപ്പോയ ജനതയ്ക്കേണ്ടി വന്ന വേദനകൾ ഒന്നില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും പ്രളയങ്ങളെ കാത്തിരിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ നൽകിയതിന് ന്യായം നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സദാചാരം എവിടെ? പണ്ട് സിനിമ കാണാൻ സിനിമാശാലയിൽ പോണം. ചുരുക്കം ചില ആളുകൾ സിനിമ കാണാൻ വേണ്ടി പോകുന്ന കാലമാണ് പണ്ട്. ഇന്ന് സിനിമ കൈവെള്ളയിലെത്താത്ത ആളുകൾ എവിടെ? പൊതുമാധ്യമങ്ങളെ വ്യാപകമായത് മുതൽ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോഴും അതാ പള്ളിയിലിരിക്കുന്ന പല ചെറുപ്പക്കാരുടെയും കൈ മൊബൈൽ സ്ക്രീനിലാണ്. അവരുടെ കണ്ണ് വീഡിയോ ക്ലിപ്പുകളിലാണ്. അവരുടെ കണ്ണുടക്കുന്നത് ഉടയാടയില്ലാത്ത പെണ്ണിന്റെ ചിത്രത്തിലാണ്. ഈ ഇരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുടെയും കൈവെള്ളയിൽ തെന്നിമറയുന്നതിൽ എത്ര അന്യ പെണ്ണിന്റെ ഫോട്ടോ ആണ് മോനെ ദിനേന നമ്മൾ കാണുന്നത്. മെഹ്റാബിന്റെ ചാരത്തിരിക്കുന്ന ഇമാമിന്റെ കൈവെള്ളയിലും മിമ്പറിന്റെ താഴെ ഇരിക്കുന്ന ഖതീബിന്റെ കൈവെള്ളയിലും ദർസെടുക്കുന്ന മുദർരിസിന്റെ കൈവെള്ളയിലും സതുപദേശം നടത്തേണ്ട മുസ്ലിയാരുടെ കണ്ണിലും ഇന്ന് ആരുടെ കണ്ണാണ്, കൈയാണ്, കാതാണ്? അനാവശ്യങ്ങളെ വന്നു ചേരാത്ത കണ്ണെവിടെ? ഹറാമുകൾ കാണാത്ത കണ്ണെവിടെ? ഹറാമ് കേൾക്കാത്ത കാതെവിടെ? അനാവശ്യം സ്ക്രോള് ചെയ്യാത്ത വിരലുകളെവിടെ? പിന്നെ നമുക്ക് പ്രളയം വരാതിരിക്കുമോ? ഐനൽ ഫളീല എന്നൊരു കഥയുണ്ട്. മുസ്തഫ ലുത്ഫി മംഫലൂത്തിയുടെ ഐനൽ ഫളീല. ഫളീല എവിടെ? ഫളീലയെ നോക്കി നടക്കാണ് രാവിലെ മുതൽ. ഫളീല എവിടെ? വിദ്യാലയത്തിൽ പോയി ഫളീല ഉണ്ടോ? ഇല്ല. നിയമാലയത്തിൽ പോയി ഫളീല ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും നോക്കി നടക്കാണ് ഫളീല എവിടെ? എന്റെ ഫളീല എവിടെ പോയി? വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി ഫളീല ഉണ്ടോ? അപ്പോൾ ഒരാളോട് തൂങ്ങിച്ചെത്തുക. വേറെ സ്ഥലത്ത് പോയി, വിദ്യാലയത്തിൽ പോയി, കലാലയത്തിൽ പോയി, എല്ലായിടത്തും എവിടെ ഫളീലാനെ കാണാനില്ല. അവസാനം മുസ്തഫ ലുത്ഫി മംഫലൂത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രണയിക്കുന്ന ഒരു പെണ്ണിന്റെ പേര് ഫളീലയാണ്, അവളെ തേടി നടക്കാന്ന് വിചാരിക്കും. ഞാൻ പെണ്ണിനെ തേടി നടക്കൊന്നുമല്ല, മഹത്വം എവിടെ എന്ന് നോക്കി നടക്കുകയാണ്. നന്മ എവിടെയെന്ന് നോക്കി നടക്കാണ്. നന്മ എവിടെയും കാണാനില്ല. എവിടെയും നന്മ കാണാനില്ല. നന്മയുടെ ചെറിയൊരു തിരിവട്ടം പോലും എവിടെയും കാണാനില്ല എന്നതാണ്. നെലറാത്ത് എന്ന് പറയുന്ന ലേഖന സമാഹാരത്തിൽ ഐനൽ ഫളീല എന്ന ലോകലേഖനത്തിലൂടെ ഈജിപ്ഷ്യൻ സാഹിത്യകാരനായ മുസ്തഫ ലുത്ഫി മംഫലൂത്തി എഴുതിയതുപോലെ ഫളീല എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ പരിശുദ്ധി എന്നെവിടെയാണ്?
ഏത് മിമ്പറിലാണ്, ഏത് മെഹ്റാബിലാണ്, ഏത് പാഠശാലയിലാണ്, ഏത് അരമനയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിന്റെ ഉള്ളറകളിൽ പോലും അവിടുന്ന് സിനിമകൾ മിന്നിമറയുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അല്ലാഹുവിന്റെ കോപം വരാതിരിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആകാശത്തിന് സഹിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഭൂമിക്ക് സഹിക്കുമോ? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന അന്തരീക്ഷത്തിന് പൊറുക്കുമോ? സഹോദരാ, ഇന്നെവിടെയാണ് നന്മയുള്ളത്? ഇന്നെവിടെയാണ് തിന്മകൾ കടന്നു വരാത്തത്? നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ എത്ര മണിക്കൂറാണ് നമ്മളെ പൊതുമാധ്യമങ്ങളിൽ വിനിയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയകളിൽ വ്യവഹരിക്കുന്നത്? നോക്കാൻ കരുതിയില്ലെങ്കിലും അഡ്വർടൈസ്മെന്റായി എത്ര ഉടയാടയില്ലാത്ത പെണ്ണിന്റെ ചിത്രമാണ് നിന്റെ സ്ക്രീനിൽ വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ ഉടക്കുന്നത് പരിശുദ്ധിയോടെ പാലിക്കേണ്ട കണ്ണുകളിൽ നിന്ന് അനാവശ്യങ്ങളിൽ ഉടക്കി കിടക്കുകയാണ്. വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട കാതുകളിൽ നിന്ന് വൃത്തികെട്ട മ്യൂസിക്കിൽ ആമഗ്നമായിരിക്കുകയാണ്. ആണ് പെണ്ണ് വ്യത്യസ്തമായി ജീവിക്കേണ്ട സ്ഥലങ്ങളെല്ലാം പോയി ആണും പെണ്ണും ഒന്നിച്ചു കൂത്താടുന്ന ഒരു ലോകമായിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പ്രളയം വരാതിരിക്കുക? എങ്ങനെയാണ് ഭൂമി കുലുങ്ങാതിരിക്കുക? എങ്ങനെയാണ് പ്രകമ്പനമുണ്ടാകാതിരിക്കുക? എങ്ങനെയാണ് ഉരുൾപൊട്ടൽ വരാതിരിക്കുക? നമ്മുടെ ഓരോരുത്തരുടെയും അരുതായ്മയാണ്. അതുകൊണ്ട് പ്രളയക്കെടുതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു വീണ്ടും വിചാരം വേണ്ടതെങ്ങനെയാണ്? അല്ലാഹുവിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണം, കാരുണ്യവാനായ റബ്ബിലേക്ക്. മുഴുവൻ അമ്പിയാക്കളും പ്രബോധനം നടത്തിയത് അതിനാണ്, അല്ലാഹുവിലേക്ക് വരുവിൻ. മുഴുവൻ സ്വാലിഹീങ്ങളും അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതാണ്, അല്ലാഹുവിലേക്ക് വരുവിൻ. മുഴുവൻ ഔലിയാക്കളും നമ്മളെ വിളിച്ചത് അല്ലാഹുവിലേക്ക് വരാൻ വേണ്ടിയാണ്. അറിയുമോ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലിപ്പോൾ വിവാദം നടക്കുന്നത് അണക്കെട്ട് ഒരുമിച്ച് തുറന്നു വിട്ടത് കൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന്. അണക്കെട്ടിന്റെ കഥ പറയാനുമുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് സദ്ദ് മാരിബിന്റെ കഥ അറിയുമോ? നമുക്ക് സദ്ദ് മാരിബ് 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് അതാ ഉണ്ടാക്കിയ അണക്കെട്ടാണ്. എന്തിനു വേണ്ടിയാണ്? ജലസേചനത്തിന് വേണ്ടി ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയ ഒരു ജനതയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സദ്ദ് മാരിബ്. ആ അണക്കെട്ട് പൊട്ടിപ്പോയിട്ടല്ലേ അവിടെ മുഴുവനും നാമാവശേഷമായി പോയി. കൊത്തൊഴുക്ക് വന്ന അണക്കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു 3500 കൊല്ലങ്ങൾക്ക് മുമ്പ്. സദ്ദ് മുആരിബ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി സദ്ദ് മുആവിയ സന്ദർശിക്കാൻ. എവിടെയാണ് സദ്ദ് മുആവിയ? മദീനയിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരെ. ഹിജറ 50കളിൽ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ മഹാനവറുകൾ ഉണ്ടാക്കിയ സദ്ദ് മുആവിയ ഉണ്ട് അവിടെ. ആ സദ്ദ് മുആവിയ അണക്കെട്ട് പൊട്ടിക്കിടക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഹിജറ 50കൾ എന്ന് പറയുമ്പോ 1300-400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അതാ ഉണ്ടാക്കിയ ഒരു അണക്കെട്ടിന്റെ അവശിഷ്ടത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ എത്തുകയാണ്. ഇതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഉണ്ടായിരുന്നത് സദ്ദ് മുആവിയയുടെ അടുക്കലാണ്. അണക്കെട്ടിന്റെ കഥ പറയുന്ന കാലത്ത് ഒരണക്കെട്ടിന്റെ ചരിത്രത്തലിയിലേക്ക് ഞങ്ങൾ പോയതാണ്. അവിടേക്ക് എത്തിപ്പെടാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇന്ന് അവിടെ ഒരു ചെറിയ വെള്ളക്കെട്ട് നമുക്ക് കാണാമെന്നല്ലാതെ അവിടെ ജനവാസ കേന്ദ്രമല്ല, അവിടെ ഒറ്റപ്പെട്ട കൃഷിയെന്നല്ലാതെ ഇന്നവിടെ ഫലഭൂയിഷ്ടമായ ഏരിയയല്ല. അണക്കെട്ട് പൊട്ടിയ കഥ പറയാനുണ്ട്. മുല്ലപ്പെരിയാറിന്റെ മുമ്പിൽ നിന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കാൻ ഒരുങ്ങിയാൽ സദ്ദ് മുആരിബിന്റെ കഥ പറയാനുണ്ട്.
പറയാനുണ്ട്, സദ്ദ മുആവിയയുടെ കഥ പറയാനുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ ഇന്നലകളുടെ പാഠമാണ് വായിക്കേണ്ടത്. ചരിത്രം നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് പാഠം ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അറിയണം, അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി നൽകിയതാണ് ഈ പ്രളയം. ഇതിൽ നിന്ന് നമുക്ക് വരാനുള്ളത് എവിടേക്കാണ്? അമ്പിയാക്കളുടെ അടുക്കലേക്ക്, ഔലിയാക്കളുടെ അടുക്കലേക്ക്, സ്വാലിഹീങ്ങളുടെ അടുക്കലേക്ക് വരണേ, തൗബ ചെയ്യണേ. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോയി, നിന്നോട് ഞങ്ങൾ മാപ്പിരക്കുകയാണ്, തൗബ ചെയ്യുകയാണ്, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന് അല്ലാഹുവോട് മാപ്പിരുന്ന് തൗബ ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. കെടുതികൾ വന്നാൽ തെറ്റു ചെയ്തവർ മാത്രമല്ല അതിൽ കുടുങ്ങുക. കെടുതികൾ വന്നാൽ നിരപരാധികളും അതിൽ പെട്ടുപോകും. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കി കഴിഞ്ഞാൽ അത് തെറ്റു ചെയ്തവർക്ക് മാത്രമല്ല വരിക, തെറ്റു ചെയ്യാത്തവർക്കും അത് വന്നു പോകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നുണ്ട്, എന്താണ്? വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ واعلموا أن الله شديد العقاب. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? ആ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്രമകാരികളെ മാത്രമല്ലാതെ ബാധിക്കുക, നിങ്ങളിൽ നിന്ന് നിരപരാധികളായ ആളുകളും അതിൽ പെട്ടുപോകുന്നതാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. കള്ളു കുടിച്ചവർക്ക് മാത്രമല്ല, വ്യഭിചരിച്ചവർക്ക് മാത്രമല്ല. എന്തിനാണ് അങ്ങനെ അല്ലാഹു തആല വെച്ചത്? സമൂഹത്തിൽ അംറും ബിൽ മഅറൂഫ് നഹീ അനിൽ മുൻകർ നടക്കണം. അത് അതിന്റെ ഒരു നിമിത്തമാണ്. അവര് തെറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നന്മയുടെ ആളുകൾ എപ്പോഴും ദഅവത്തിന്റെ വഴിയിൽ ഉണ്ടാവണം. അരുതായ്മകൾ ചെയ്യുന്നവരുടെ കൈപിടിച്ചു വെക്കാൻ ഒരു നിയന്ത്രണം വേണം. നന്മ കൊണ്ട് ഉപദേശിക്കാൻ പറ്റുന്ന ജനത വേണം. അവര് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. അവിടെയാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കല്ലെറിയപ്പെടുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്ത് നന്നായി അങ്ങ് ജീവിക്കാം. പക്ഷേ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാനാവില്ല. അവരെ സമൂഹത്തിൽ നന്മ ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്.